ഇതിപ്പോൾ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് ആ സമിതിയിലെ അംഗത്വത്തെ ചൊല്ലി പരസ്യമായി വിഴുപ്പലക്കൽ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ നിലയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നും കാണാത്തൊരു കാര്യമാണ്. അതൊരു അസാധാരണ സംഭവ വികാസമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, CPIM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും നയപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുക. കേരളത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലും അത് തന്നെയാണ് ചർച്ചയായിട്ടുള്ളത്. കൂട്ടത്തിൽ സംഘടനാപരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ചേഞ്ചസും ഒക്കെയും ചർച്ച ചെയ്യും. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കുക അതല്ലാത്ത ഇത്തരം വിഴുപ്പലക്കലുകളുണ്ടോ, പുകയുന്നുണ്ടോ, പെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സമ്മേളനം നടക്കുന്ന സമയത്തും അതിൻ്റെ മുന്നേയൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന ഇതാ വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് മിസ്റ്റർ പത്മകുമാർ, സഖാവ് പത്മകുമാറിനെ കണ്ട് സംസാരിച്ച അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തു, ഇതൊരു സംഘടനാ പ്രശ്നമാണ്, ആ പ്രശ്നം സംഘടനാ തലത്തിൽ തന്നെ പരിഹരിക്കുമെന്ന്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചരിത്രത്തിൽ ആദ്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലായ്പ്പോഴും സംസ്ഥാന സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കുമ്പോൾ പരിഗണിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നവർ പരിഗണിക്കപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു അസ്വസ്ഥതയായി വരാം. പക്ഷെ ഈ പരിഗണിക്കലിലും പരിഗണിക്കാതിരിക്കലിലും പ്രത്യേകമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ P. ജയരാജൻ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലെ ഏറ്റവും പോപ്പുലറായ നേതാവാണ്. അപ്പോൾ ആ നേതാവ് സർവ്വതാ യോഗ്യനാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് വന്ന MP ജയരാജൻ അദ്ദേഹത്തെക്കാൾ ജൂനിയറാണ്. P. ജയരാജന് ശേഷം സെക്രട്ടറിയായ ആളാണ് MV ജയരാജൻ. പ്രായം കൊണ്ട് അദ്ദേഹത്തിന്റെ ജൂനിയറാണ് എന്ന് മാത്രമല്ല, P. ജയരാജനെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് സെക്രട്ടറിയിലേക്ക് എത്താം. കാരണം അടുത്ത സമ്മേളനം ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രായപരിധി അനുസരിച്ച് സംസ്ഥാന സമിതിയിൽ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ പ്രവർത്തകർ ന്യായമായും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാതെ പോകുന്ന അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ പുകച്ചിലൊക്കെ വരിക. അല്ല, ഇത് പ്രവർത്തകർ ന്യായമായി ആലോചിക്കുന്നു, അങ്ങനെ വരേണ്ടതല്ലേ, സെക്രട്ടേറിയറ്റിൽ വന്നാൽ അങ്ങനെ വിരമിക്കാമല്ലോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പുറത്തുനിന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അതായത് സംസ്ഥാന സമിതി ആയിരുന്നാലും സെക്രട്ടേറിയറ്റ് ആയിരുന്നാലും എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. പലതരത്തിലുള്ള പരിഗണനകൾ വെച്ചുകൊണ്ടാണ് ഏത് പാർട്ടി ആയിരുന്നാലും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുക. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിലെ പോലെ ഒരു 500 ആളുള്ള ജംബോ കമ്മിറ്റികളാവും കലാപുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസം പറയുന്ന എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എല്ലാ പാർട്ടികളിലും നിൽക്കുന്ന ഒരു സിസ്റ്റം, നമ്മൾ ജെറോണ്ടോക്രസി എന്ന് പറയുന്ന ഏറ്റവും സീനിയറായ ആൾ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ മരണം വരെ ഇരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ചൈനയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ കണ്ടിട്ടുള്ളത്. കേരളത്തിലാണ് ഒരു പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റം വന്നിട്ടുള്ളത്, പ്രായപരിധി നിശ്ചയിച്ചു. എല്ലാവർക്കും ബാധകമല്ല കേട്ടോ. 80 വയസ്സുള്ള പിണറായി വിജയനാണ് 1-ാം നമ്പർ സംസ്ഥാന കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോയിൽ ഇളവുള്ള ആളും കേരള മുഖ്യമന്ത്രിയും. ഇതാ നിങ്ങളുടെ പ്രശ്നവും. അതായത് 2-ാം വട്ടം പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴാണ് കഴിഞ്ഞ തവണ മിനിസ്റ്റേഴ്സായ ആരും മിനിസ്റ്റേഴ്സ് ആവേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയെ നിലനിർത്തിക്കൊണ്ട്. അപ്പം നിങ്ങൾ പറയും പുതിയ ആളുകളാണെങ്കിൽ മുഴുവൻ പുതിയതാവണം എന്ന്. അങ്ങനെയല്ലല്ലോ, ഇതൊരു ട്രാൻസ്ഫർമേഷനാണ്. ആ പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞ മിനിസ്ട്രി കേസിൽ അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി തുടർന്നു, മന്ത്രിമാർ മുഴുവൻ പുതിയ ആൾക്കാർ വന്നു. ഈ തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 17 പേരാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ചെറുപ്പക്കാർ കുറേ ആളുകളുണ്ട്, പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിങ്ങിലേ നടക്കുള്ളൂ. അതേസമയം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1, 2, 3 ആളുകൾക്ക് എക്സംഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം.